നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കിവരാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്ക് തിരിച്ചടി. സംഗമത്തിന് സുപ്രീം കോടതി അനുമതി. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്നും സംഗമം വിവാദമാക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി. അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി BN വാസവൻ. നാളെ പമ്പയിൽ അവലോകന യോഗം ചേരും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചെന്നും മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലവിൽ 5000-ത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തുവെന്ന് മന്ത്രി BN വാസവൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകുമെന്നും മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുങ്ങി ശബരിമല. പ്രതിനിധികളുടെ പട്ടിക തയ്യാറെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ക്ഷണിച്ചാലും സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇതുവരെ തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു ഘട്ടത്തിലും തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതൊരു നാടകമാണെന്ന് താൻ നേരത്തെ പറഞ്ഞു. ഇന്നും അതുതന്നെ പറയുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. അമീബിക് മസ്തിഷ്ക ജ്വര വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിനിടെ ആരോഗ്യമന്ത്രിക്കെതിരെ അധിക്ഷേപവുമായി N ഷംസുദ്ദീൻ MLA. ഷംസുദ്ദീന്റെ പരാമർശം ശരിയല്ലെന്ന സ്പീക്കർ. ആരോഗ്യമന്ത്രിയുടെ മറുപടി പൂർത്തിയാകും മുൻപ് സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി പ്രതിപക്ഷം. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കാൻ ശ്രമമെന്ന മന്ത്രി വീണ ജോർജ്. സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് സ്വകാര്യ ആശുപത്രികളിലെന്ന നജീബ് കാന്തപുരം MLA. ആരെ സഹായിക്കാനാണ് ഈ ശ്രമമെന്നും പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്നതെന്നും ആരോഗ്യമന്ത്രി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ എല്ലാ ജില്ലകളിലും സംവിധാനമുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. അമീബിക് രോഗബാധയെ ഏകാരോഗ്യത്തിൽ ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച ലോകത്തെ ഏക സ്ഥലം കേരളമാണെന്നും മന്ത്രി. കേരളത്തിലാകെ അതിവിപുലമായ ലാബ് സംവിധാനം സാധ്യമാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ ഗ്രാമങ്ങളെയും വലിയ ലാബുകളെയും ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് കേരളം നടപ്പിലാക്കിയതെന്നും മന്ത്രി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ മരണനിരക്ക് 24% പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് P ബാലചന്ദ്രൻ MLA. പൊതു ആരോഗ്യ മേഖല തകരുകയാണെന്ന് വരുത്തി തീർക്കുകയാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. ശിശുഹത്യ നടത്തുന്നവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ആരോഗ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നതിൽ ആനന്ദം ലഭിക്കുന്നതിൽ അതിശയിക്കാനില്ലെന്ന് പ്രമോദ് നാരായണൻ. കേരളത്തിന്റെ ആരോഗ്യ രംഗം ലോകത്തിന് മാതൃകയാണെന്നും പ്രമോദ് നാരായണൻ. UDF ഭരണകാലത്ത് VD സതീശൻ മരുന്നുക്ഷാമത്തെക്കുറിച്ച് ഉന്നയിച്ച സബ്മിഷൻ ചൂണ്ടിക്കാണിച്ച് KU ജനീഷ് കുമാർ MLA. സ്വപ്നതുല്യമായ രാജ്യങ്ങൾ പോലും പകർച്ചവ്യാധി തടയുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിന് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞെന്ന് TI മധുസൂദനൻ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടേതിൽ നിന്ന് 4-1 കേരളത്തിൽ മരണനിരക്ക് ചുരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു.
കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടായെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണെന്നും ഗ്ലോബൽ സിറ്റി പദ്ധതി കേന്ദ്രം അനുമതി നൽകിയില്ലെങ്കിലും സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി. AI ക്യാമറ വിഷയത്തിൽ നിലവിലെ പ്രതിപക്ഷ നേതാവും കൊടുത്ത പൊതു താൽപര്യ ഹർജിയിൽ കോടതി കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് മന്ത്രി പി രാജീവ്. പൊതുവായ ആരോപണങ്ങളല്ലാതെ മറ്റൊന്നും ഹർജിയിലില്ലെന്ന് കോടതി വിധിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളലിലൂടെയാണെന്ന രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 1 ലക്ഷത്തോളം പുതിയ വോട്ടുകൾ എങ്ങനെ വന്നുവെന്നും മുഖപത്രം. സഹായം തേടിയ വയോധികയെ അപമാനിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സഹായം ചോദിച്ച സ്ത്രീയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കൊച്ചുവേലായുധന്റെ അപേക്ഷ സ്വീകരിക്കാത്തത് കയ്യബദ്ധമാണെന്ന് പറഞ്ഞ് ഉരുണ്ടുകളിച്ച് സുരേഷ് ഗോപി. ചില കൈപ്പിഴവുകൾ കാണിച്ച് ഈ തീഗോളത്തെ കെടുത്താൻ ശ്രമിക്കുന്നുവെന്നും സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയുടെ ജന്മദിനം ക്രൈസ്തവ ദേവാലയത്തിൽ ആഘോഷിക്കുമെന്ന് BJP പോസ്റ്റർ വിവാദത്തിൽ. ഇടുക്കി മുതലക്കോടം സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുമെന്നായിരുന്നു പോസ്റ്റർ. സുരേഷ് ഗോപിയുടെ സംവാദവേദിയിൽ DCC അംഗം. പ്രതിസന്ധിയിലായി കോൺഗ്രസ് നേതൃത്വം. തൃശൂർ DCC അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യാവസാനം വരെ പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത്. BJP നേതാവ് AK ബാഹുലയൻ CPIM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ കൂടിക്കാഴ്ച നടത്തി. വെളിയിലിറങ്ങി BJP-കാരനാണെന്ന് പറയാൻ നാണക്കേടാണെന്ന് ബാഹുലയൻ. പോലീസിനെതിരെ ഭീഷണി ആവർത്തിച്ച KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TV സൂരജ്. ഭീഷണി പ്രസംഗത്തിൽ ഒരു മാറ്റവുമില്ലെന്നും KSUവിന്റെ മെക്കെട്ട് കയറാൻ വന്നാൽ തിരിച്ചടിക്കുമെന്നും സൂരജ്. മുസ്ലിം ലീഗ് കൊടുവള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും മകനും നഗരസഭയിൽ ഇരട്ട വോട്ട്. കൊടുവള്ളി നഗരസഭയിലെ 28, 29 ഡിവിഷനുകളിലാണ് 2 പേർക്കും വോട്ടുള്ളത്. കള്ളവോട്ട് ചോർത്തലിന്റെ തെളിവാണ് പുറത്തുവന്നതെന്ന് LDF. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ 16-കാരനെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായത് പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷ്. പിടിയിലാകാനുള്ള 7 പേരിൽ യൂത്ത് ലീഗ് നേതാവും. മലയാളം സർവകലാശാല ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് PK ഫിറോസിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും UDF സർക്കാർ. 2016 ഫെബ്രുവരിയിലാണ് വില നിശ്ചയിച്ചത്. കൊല്ലത്തെ UDF നേതൃയോഗത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പങ്കെടുത്ത യോഗത്തിൽ നിന്നാണ് വിട്ടുനിന്നത്. മുന്നണിയിലെ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് ലീഗ് വിട്ടുനിന്നത്. കേരള രാഷ്ട്രീയത്തിൽ VD സതീശന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. VD സതീശന്റെ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നു. സതീശന് ഒരു
വിലയുമില്ലാത്തതുകൊണ്ടാണ് വിലക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ. തൊടുപുഴ MLA PJ ജോസഫിന്റെ സ്വന്തം പഞ്ചായത്തായ പുറപ്പുഴയിലെ കൊടിക്കുത്തി നിവാസികൾ വികസന മുരടിപ്പിനെതിരെ സമരവുമായി രംഗത്ത്. വികസന കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് മുഖം തിരിക്കുന്ന MLAയുടെ വീട്ടിലേക്ക് MLAയെ തിരഞ്ഞ പ്രഭാത മാർച്ച് നടത്തി CPIM നേതൃത്വത്തിൽ കൊടിക്കുത്തി നിവാസികൾ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സിറാജ് സബ് എഡിറ്റർ ജാഫർ അബ്ദുൾ റഹീം മരിച്ചു. 33 വയസ്സായിരുന്നു. കണ്ണൂർ സ്വദേശിയാണ്. 4 ദിവസം മുൻപായിരുന്നു അപകടം. ഇടുക്കി ചിത്തിരപുരത്തിന് സമീപം മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ചു. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞത്. പാലക്കാട് SP ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ വ്യാപക അക്രമം. പോലീസ് അതിക്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വയനാട് പ്രാദേശിക കോൺഗ്രസ് നേതാവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പുൽപ്പള്ളി തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ച കേസിൽ പോലീസ് തിരയുന്നയാളാണ് അനീഷ് മാമ്പള്ളി. UDF ഭരിക്കുന്ന എറണാകുളം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്നെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KM അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ്. വടകരയിൽ കാറിൽ കടത്തുകയായിരുന്ന 11,000-ഓളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി മലപ്പുറം സ്വദേശി പിടിയിൽ. മലപ്പുറം പുതുപ്പറമ്പ് സ്വദേശി പൂക്കയിൽ ഷാജഹാനെ വടകര പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. പാലക്കാട് മരുത റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല്. മേച്ചേരി ബസ്സിലെ ജീവനക്കാരും അശ്വതി ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് സമയത്തെ ചൊല്ലി ഏറ്റുമുട്ടിയത്. നാഷണൽ ഹെറാൾഡ് കേസിൽ EDയുടെ റിപ്പോർട്ടും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ 2014 പരാതിയും പ്രതികൾക്ക് കൈമാറി റോസ് അവന്യൂ കോടതി. കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് സെപ്റ്റംബർ 26 വീണ്ടും പരിഗണിക്കും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നീതിയുക്തമായ വിചാരണ നടത്തണമെന്ന് ആക്ടിവിസ്റ്റുകൾ. ഡൽഹി കലാപക്കേസിലെ അനീതിയെ അപലപിച്ച് മറാത്തി പത്രകർ സംഘത്തിന്റെ പൊതുയോഗം. യോഗം സംഘടിപ്പിച്ചത് ഉമർ കെ ദോസ്ത്, ഹം ഭാരത് കെ ലോക് എന്നീ സംഘടനകൾ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള വിജയഘോഷയാത്ര വിലക്കി ദില്ലി ഹൈക്കോടതി. കോടതി നിർദ്ദേശം മുൻകാലങ്ങളിൽ പോലീസും ഡൽഹി സർവകലാശാല അധികൃതർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന വിലയിരുത്തലിൽ തൃപ്തികരമായ രീതിയിൽ വോട്ടെടുപ്പ് നടത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്ന യൂണിയന്റെ പ്രവർത്തനം നിർത്തിവെക്കുമെന്നും ഡൽഹി കോടതി. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിടെ കാട്ടിൽ നടന്ന വെടിവയ്പിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. തമിഴ്നാട് മയിലാടുംതുറയിലെ DYFI നേതാവ് വൈരമിത്തുവിന്റെ
ദുരഭിമാനക്കൊലയിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. മയിലാടുംതുറ സ്വദേശിയുമായുള്ള പ്രണയബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അടിയമംഗലത്തിൽ മെക്കാനിക്കായ വൈരമുത്തു ഡിവൈഎഫ്ഐ മയിലാടുംപാറ യൂണിറ്റ് വൈസ് പ്രസിഡന്റാണ്. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഴക്കെടുതി രൂക്ഷം. ഉത്തരാഖണ്ഡിൽ 15 മരണവും ഡെറാഡൂണിൽ 13 മരണവും റിപ്പോർട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ ജൂൺ 20 മുതൽ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തത് 417 മരണങ്ങൾ. കാനഡയിലെ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് സുരക്ഷാ ഭീഷണി. കോൺസുലേറ്റ് ഓഫീസ് ഉപരോധത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന് ഖലിസ്ഥാൻ ഭീകര സംഘടന പറഞ്ഞു. ഇന്ത്യൻ കമ്മീഷണർ ദിനേശ് പട്നായിക്കിനെ ലക്ഷ്യമിടുമെന്ന പോസ്റ്ററും പുറത്തുവിട്ട് ഖലിസ്ഥാൻ ഭീകരർ. ഗാസ സിറ്റിയിൽ ദുരന്തം ഇരട്ടിപ്പിച്ച് ഇസ്രായേലിന്റെ കരയാക്രമണം. ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണം. കനത്ത ബോംബാക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർ പലായനം ചെയ്യുകയും ചെയ്തു. ഇസ്രായേൽ ഖത്തറിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത പ്രതിരോധ സംവിധാനം സജീവമാക്കാൻ ഒരുങ്ങി GCC രാജ്യങ്ങൾ. തിങ്കളാഴ്ച ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഈ സുപ്രധാന നീക്കം പ്രഖ്യാപിച്ചത്. ലബനീസ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലബനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമ്മേളനം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരതയ്ക്കുമെതിരായ ആഗോള കൂട്ടായ്മകൾ ശക്തമായി മുന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ട് സമ്മേളനം. മധ്യേഷ്യയിൽ ആക്രമണങ്ങൾ നേരിടുന്ന മുഴുവൻ ജനതയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചു. ദക്ഷിണ ചൈന കടലിൽ ചൈനീസ് കപ്പലും ഫിലിപ്പീൻസ് കപ്പലും കൂട്ടിയിടിച്ച അപകടം. പ്രദേശത്തിന്റെ അവകാശത്തെ ചൊല്ലി ചൈനയും തെക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള തർക്കം നിലനിൽക്കെയാണ് അപകടം ആസൂത്രണമെന്ന വാദവുമായി 2 രാഷ്ട്രങ്ങളും രംഗത്തെത്തി. ജപ്പാനിൽ ഒസാക്കയിൽ നടക്കുന്ന എക്സ്പോയിൽ ബഹ്റൈൻ പങ്കാളിയാകും. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആർക്കിയോളജി 4 ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്നതിലേക്ക് സൗദി നീങ്ങുകയാണെന്ന് ഊർജ്ജമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൽമാൻ. വീണയിൽ നടന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ 69ാമത് വാർഷിക സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അധ്യയന വർഷം ആരംഭിച്ചതോടെ വാഹന തിരക്ക് കുറയ്ക്കാൻ വിപുലമായ നടപടികളുമായി കുവൈത്ത്. ഹൈവേകൾ, കവലകൾ, സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഗതാഗത നിയന്ത്രണം ശക്തമാക്കുന്നതിനും അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനുമാണ് നടപടി. ഒമാനിൽ സൈനിക യൂണിഫോമുകളുടെ മാതൃകയിലുള്ള വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വിലക്ക്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. അജിത് കുമാർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി നീക്കം ചെയ്ത നെറ്റ്ഫ്ലിക്സ്. താൻ ഈണമിട്ട പാട്ടുകൾ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച ഇളയരാജ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.